നമ്മുടെ കേരളത്തിൽ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്തുകൊണ്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ പ്രശ്നമല്ല കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് സിംഗപ്പൂരിലത്തെ ഒരു എക്സാമ്പിളാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക, തമിഴ്നാട്, ഇവിടേക്കും 10 വർഷം മുമ്പേ വന്നൊരു കാര്യമാണ് നമ്മൾ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത്. ഇപ്പോൾ ഒരു ഫോറിനർ ഇവിടെ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ബോർഡ് വായിക്കും? മലയാളത്തിലുള്ള ബോർഡ് എങ്ങനെയാണ് അവർ വായിക്കുക? അവർക്ക് എങ്ങനെയാണ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ KSRTCയിൽ കുറേ ഇന്നോവേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാഷ്ലെസ് പേയ്മെൻറ്റ് വരുന്നുണ്ട്. കാർഡ് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് പോകും. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. ഇവിടെ സിംഗപ്പൂരത്തെ ബസ്സുകൾ നോക്കിയാൽ ഇവിടെ എല്ലാത്തിനും ഓരോ സ്റ്റേഷനും ഓരോ ബസ്സിന് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫോറിനർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർക്ക് തന്നെ ഇത് നോക്കി പോകാൻ പറ്റും. ഇത് മാത്രമല്ല, വേറെ സ്മാർട്ട് പോലുള്ള ആപ്പുകൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും സമയം ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് എപ്പോൾ ബസ് വരും നോക്കി. ഇവിടെ എല്ലാ ബസ് സ്റ്റോപ്പിലും ഓരോ നോട്ടീസ് ബോർഡ് ഉണ്ടാവും. അതും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിൾ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതൊരു നോട്ടീസ് ബോർഡാണ്. ഇത് നോക്കിയേ, ഇതിപ്പോൾ 962 നമ്പറാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ 962 നമ്പർ കൊടുക്കുക ഒരു കേക്കമനോന്ന്. എന്നിട്ട് ഇപ്പോൾ ബ്രാക്കറ്റിൽ കേക്കമനോന്ന് എഴുതാം. ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതിക്കും. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, അതായത് ഇപ്പോൾ കാഞ്ഞാണി ആണെങ്കിൽ കാഞ്ഞാണി, ആ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സ്റ്റോപ്പുകൾ ഇങ്ങനെ എഴുതി പോയിട്ട് അവസാനം ശക്ത സ്റ്റാൻഡിന് കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ബസ് കണ്ട 5:38, ലാസ്റ്റ് ബസ് 11:51 ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഒരു ബോർഡിൽ കുറേ കാര്യങ്ങൾ കൊള്ളിക്കാം. ഇപ്പോൾ താഴത്ത് നോക്കി, ഇപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ്, ഫെയർ, എത്ര കാശാണ് ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിൽ. ഇത് ഭയങ്കര സിമ്പിൾ നോട്ടീസ് ബോർഡ്. അധികം കാശ് ചിലവൊന്നുമില്ല. ചുമ്മാ ഒരു കടലാസം തിരികെ വെച്ചാൽ മതി.